നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബാഹുബലി 3.0യുടെ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കവർ പൂർണ്ണമായിട്ടും അഴിച്ചു മാറ്റുക. ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ QC പാസ് ചെയ്തൊരു ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റിൽ മെഷീൻ്റെ കൂടെ വന്ന ലിസ്റ്റ് കാര്യങ്ങളുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്ത് നോക്കുക. പിന്നീട് നമ്മുടെ ബെൽറ്റും ബ്ലേഡും എവിടെയെങ്കിലും കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ മുട്ടുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. പിന്നീട് മോട്ടറിന് MCB കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറും പവറും ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ MCB യൂസ് ചെയ്യുന്നത്. ഇതാണ് MCB 10 amp 2 pole MCB. മോട്ടറിൽ നിന്ന് 2 വയർ വരുന്നുണ്ട്. ആ വയർ നമ്മൾ MCBയിൽ വരുന്ന ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യണം. ഇൻസുലേഷൻ ടേപ്പ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. മൂന്നാമതൊരു വയർ വരുന്നുണ്ട്. അത് MCBയിൽ നിന്നാണ് വരുന്നത്. അത് നമ്മുടെ മോട്ടറിൻ്റെ ബോഡിയിലോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, മോട്ടറിൽ നിന്ന് എടുത്തിട്ട് വരുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് വയർ നമ്മൾ MCBയുമായിട്ട് കണക്ട് ചെയ്യണം. വയർ കണക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നീട് പവറിന് എടുത്തിട്ട് വരുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് വയർ നമ്മുടെ MCBയുടെ ഇൻപുട്ടിൽ കണക്ട് ചെയ്യണം. വയർ കണക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. പവറിൽ നിന്ന് എടുത്തിട്ട് വരുന്ന ഗ്രീൻ വയറിനെയും ബോഡിയിൽ നിന്ന് എടുത്തിട്ട് വരുന്ന ഗ്രീൻ വയറേയും നന്നായിട്ട് കണക്ട് ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡി എയറത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിനും നന്നായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ടേപ്പ് ചെയ്യുക. ഓക്കെ, കണക്ഷൻ പൂർണ്ണമായി ചെയ്തതിന് ശേഷം കണക്ഷൻ കാണാനായിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം ഓക്കെ ആയതിന് ശേഷം ബോക്സ് എടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ കണക്ഷൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം സ്ക്രൂ വിട്ട് ബോക്സ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ആംസ് മീറ്റർ വെച്ചിട്ട് ആംസ് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം കൈ കൊണ്ട് ബെൽറ്റ് വലിച്ച് നോക്കുക. എവിടെ നിന്നെങ്കിലും തട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കൺഫേം എവിടെയും തട്ടുന്നില്ല എന്ന് കൺഫേം ആയതിനു ശേഷം മാത്രം സ്വിച്ച് ഇട്ട് നോക്കിയിട്ട് എവിടെ നിന്നെങ്കിലും തട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം മെഷീൻ മെയിൻ്റനൻസ് വളരെ പ്രധാനമാണ്. അപ്പോൾ 60 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഗ്രീസ് ഗൺ ഉപയോഗിച്ചിട്ട് ഗ്രീസ് ചേഞ്ച് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്രീസ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഗ്രീസ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തേക്കുക. ഇതുവരെ കണ്ടത് നമ്മുടെ മെഷീൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതിൽ മെഷീനിൽ എന്തൊക്കെ ഉപയോഗിക്കാം, എന്തെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കായ്ത്തീറ്റ നമുക്ക് പച്ചയാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. PVC പൈപ്പുകൾ, കമ്പികൾ, ഇതുപോലെയുള്ള ടൂൾസുകൾ, കല്ലുകൾ, അതുപോലെ തന്നെ മടലുകൾ, കോലുകൾ, ഇതൊന്നും ഒരിക്കലും തന്നെ നമ്മളിതിൽ ഉപയോഗിക്കരുത്.